ഹായ്, ഞാൻ ദീപ. അപ്പം എന്നെ റീച്ച് ഔട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് എന്നെ റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ വിളിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരുമ്പം എനിക്ക് ഉണ്ടാകുന്ന ഒരു 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 ഡൗട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും എനിക്ക് ഫൈബ്രോമയാൽജി ആണോ എന്നുള്ളതാണ്. കാരണം അവരുടെ ഒരു കണ്ടീഷൻസും അല്ലെങ്കിൽ അവരുടെ ഒരു പെയിൻ്റെ ഒരു തോതും ഒക്കെ പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് അത്രയൊന്നും പ്രശ്നങ്ങൾ ഇപ്പം നിലവിലില്ല. അപ്പം ഞാൻ ആലോചിക്കും, ഇനി ശരിക്കും ഇനി എന്നെ ഡയഗ്നോസ് ചെയ്തത് തെറ്റിപ്പോയോ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചിരുന്നത് തെറ്റാണോ എന്നൊക്കെയുള്ളൊരു ഇതിലേക്ക് പോവും. ഞാൻ ഒരിക്കലും അവരുടെ പെയിൻ അത് റിയൽ അല്ല എന്നൊന്നും അല്ല പറയുന്നത്. കാരണം ഞാൻ ഇവരീ പറയുന്ന അതേ എക്സ്ട്രീമിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇപ്പൊ എനിക്കത് മാനേജബിൾ ആണ്. ഇപ്പം ഇങ്ങനെ ആൾക്കാർ വിളിക്കുമ്പോൾ എനിക്ക് അത്രയും പ്രശ്നമില്ല എന്ന് വെച്ച് കംപ്ലീറ്റ് മാറി എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഞാനും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയും ഒക്കെ എനിക്കിങ്ങനെ അസുഖം കൂടിയും കുറഞ്ഞും ഒക്കെയാണ് ഇരിക്കുന്നത്. ഇടയ്ക്ക് മസില് പിടിക്കും, അപ്പം തിരുമിക്കും പുറത്തു പോയിട്ടല്ല, ഹസ്ബൻഡ് തിരുമും. അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളും മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഞാൻ കുറെ ഇരുന്ന് ആലോചിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ അർത്ഥം ഇപ്പം എന്നെ വിളിച്ച ആൾക്കാർ പറയുന്ന പെയിന്റെ കാര്യങ്ങളൊക്കെ അവർ മനസ്സിൽ നിന്ന് ഉണ്ടാക്കുന്നതെന്നല്ല. അവർക്ക് പെയിൻ ഉണ്ട്, ഞാനും അതേ ഫേസിൽ കൂടെ പോയതാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഞാനിപ്പോൾ കുറച്ചും കൂടെ ഓക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് റിയലൈസ് ചെയ്യുന്നില്ല. എനിക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു നോർമൽ ആൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നമുക്ക് പോവാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഒരു 5 വർഷം മുന്നെയോ അല്ലെങ്കിൽ ഒരു 4 വർഷം മുന്നേ ഇതായിരുന്നില്ല കണ്ടീഷൻ. അപ്പൊ അതിൽ നിന്ന് ഇപ്പം ഞാൻ കടന്നു പോകുന്ന, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയാണ് എനിക്ക് മാറ്റം ഉണ്ടാക്കിയതെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഷെയർ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ പലരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെയും അവരുടെയും മൈൻഡ് സെറ്റിലെ ഒരു ഡിഫറൻസ് നന്നായിട്ട് ഈ ഒരു കണ്ടീഷൻ മാനേജ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പല ബുക്കുകളിലും വായിച്ച ഒരു കാര്യമാണ്, നമ്മൾ പ്രോബ്ലത്തിനെ അല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ അതിൻ്റെ സൊല്യൂഷനിലേക്കാണ് ഫോക്കസ് ചെലുത്തേണ്ടതെന്ന് പറയും. സെയിം വേ ഞാൻ എൻ്റെ ഈ ഒരു കണ്ടീഷനെ തന്നെ നോക്കിയിരുന്ന ഒരു കാലമുണ്ട്. അയ്യോ എനിക്ക് വയ്യ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ വയ്യ, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇങ്ങനെ ഒരു സെൽഫ് പിറ്റിങ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ പ്രോബ്ലത്തെ മാത്രം നോക്കിയിരുന്ന ഒരു സമയവും എനിക്കുണ്ട്. പിന്നീട് ഇതൊന്നും അല്ല, എനിക്ക് വേറെ പല ആക്ടിവിറ്റീസ് ഉണ്ട്, പല കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടെന്നുള്ള രീതിയിൽ പ്രോബ്ലത്തെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ സൊല്യൂഷൻ ഫോക്കസ് ചെയ്ത് പോയ ഒരു കാലവും എനിക്കുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്ന കണ്ടീഷനെ ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല, സൊല്യൂഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ് നമുക്ക്, അത് എന്തായാലും ഉണ്ട്, അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതൊരു കണ്ടീഷനാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വന്നത് വന്നു. അപ്പൊ ഇനി എന്താണ് നെക്സ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് എന്നെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പം, ചില ആൾക്കാരെ സംസാരിക്കുമ്പോൾ, ഞാൻ ഈ ഇടയ്ക്ക് ഒരു ആളെ പരിചയപ്പെട്ടപ്പോൾ പുള്ളിക്കാരിയും പറഞ്ഞത്, പുള്ളിക്കാരി അതിനെ അങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നില്ല. പുള്ളിക്കാരി വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം, അല്ലെ കുറച്ചും കൂടെ ലൈവ്ലി ആയിട്ടിരിക്കുമ്പോൾ, കുറച്ചും കൂടെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നം ഇല്ല എന്നുള്ളത് റിയലൈസ് ചെയ്ത ഒരു പുള്ളിക്കാരിനെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത്. നമ്മൾ ഫോക്കസ് മാറ്റുക. ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല, ഇനി അതേന്ന് പറഞ്ഞ അയ്യോ ഇതിന് ഇനി എന്താ, അത് നമ്മൾ റിയലൈസ് ചെയ്ത ഒരു കാര്യമാണ്, നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇതിന് ചികിത്സയില്ല, അല്ലെങ്കിൽ ചികിത്സയ്ക്കുള്ള സ്കോപ്പ് കുറവാണ്, അല്ലെങ്കിൽ ചികിത്സ കണ്ടുപിടിച്ച് വരുന്നുണ്ടായിരിക്കും. ഇപ്പൊ നിലവിലത്തെ കണ്ടീഷനിൽ നമുക്കിത് പെയിൻ മാനേജ്മെന്റ് മാത്രമേ ഉള്ളൂ, നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. കുറേ അസുഖങ്ങളുണ്ടല്ലോ, പ്രഷർ, അത് നമുക്ക് എന്താണ്, മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കണം, ലൈഫ് ലോങ് മരുന്ന് കഴിക്കണം, അല്ലേ? അപ്പൊ അതുപോലത്തെ കുറെ അസുഖങ്ങളില്ലേ, അതേപോലത്തെ ഒരു അസുഖമായിട്ട് അങ്ങ് കൺസിഡർ ചെയ്താൽ മതി. മൈഗ്രെയിൻ നമുക്കൊരു ക്യൂർ പറയാൻ പറ്റും, അതൊന്നും ഇങ്ങനെ കയറിയിട്ട് താഴെ ഇറങ്ങി വരും, അല്ലേ? അതുപോലെ തന്നെയാണ് ഇതും. അങ്ങനെ അങ്ങ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ നമുക്കിത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തെന്ന് പറയുന്നത്, ഞാൻ എന്തിലെങ്കിലും
എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫോക്കസ് നമുക്ക് ആ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ്. അപ്പോൾ അതിപ്പോ ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് ഞാൻ എന്തിലെങ്കിലും എൻഗേജ്ഡ് ആവാൻ ശ്രമിച്ചു എന്നുള്ളതല്ല. പൊതുവെ എൻ്റെ മൈൻഡ് സെറ്റ് ഞാൻ എന്തെങ്കിലും എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു കാര്യം പഠിക്കുന്നതാവട്ടെ, പുതിയ സ്ഥലങ്ങൾ പോകുന്നതാവട്ടെ, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനോ ചെയ്യാനോ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ചുമ്മാ ഇരിക്കാനായിട്ട് പറ്റാത്ത ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. അതും പ്രശ്നം തന്നെയാണ്, നമ്മൾ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ. അത് ഒരു വേറൊരു കണ്ടീഷനാണ്. പക്ഷെ എന്നെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ചുമ്മാ ഇരുന്ന് ചിന്തിക്കും തോറുമാണ് നമുക്ക് അയ്യോ നമ്മുടെ അവസ്ഥ എങ്ങനെയാണല്ലോ, നമുക്ക് അങ്ങനെ ദൂരെ യാത്ര ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ഇങ്ങനെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ എന്ന് നമ്മൾ മനസ്സിൽ ആലോചിക്കുമ്പോൾ മാത്രമാണ് നമുക്കതൊരു ഫിസിക്കൽ ഒരു ചരട് പോലെ വന്ന് ചുറ്റുന്നത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫൈബ്രോമയാൽജിയ ഉള്ള ആൾക്കാർ അങ്ങനെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു എന്നൊക്കെ പറയുന്നിടത്ത് ഒത്തിരി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് എനിക്ക്. ഒരു സമയമുണ്ട് ഞാൻ ഇവിടുന്ന് തൊട്ടൊരു 5 മിനിറ്റ് ദൂരമുള്ള സ്ഥലത്തേക്ക് ബൈക്കിൽ പോയാൽ തന്നെ ക്ഷീണിച്ചു പോകുന്ന ഒരാളായിരുന്നു. അവിടുന്ന് എത്ര ദൂരം വേണമെങ്കിൽ പോയാലും നമുക്ക് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പെയിനേ ഉള്ളൂ എന്നുള്ളൊരവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അത് നമ്മൾ അങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് മാറ്റിയൊക്കെ മുന്നോട്ട് പോയതിൻ്റെ ഒരു ഫലമായിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇതിന് ഒരു മരുന്ന് പോലും ഇത് കണ്ടുപിടിച്ച സമയത്ത് ആദ്യത്തെ ഒരു 2-3 വർഷം മരുന്ന് കഴിച്ചു എന്നുള്ളതല്ലാതെ പിന്നീട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യാതൊരു മരുന്നും കഴിക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്ക് പെയിൻ ഇല്ല എന്ന് പറയുന്നില്ല, പെയിൻ ഉണ്ട്. പെയിൻ ഉള്ള സമയത്ത് അതൊരു നമുക്ക് പെയിൻ വരുമ്പോഴേ നമുക്കറിയാം, അല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് അത് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ അതറിയാം, അത് നമ്മൾ അവോയ്ഡ് ചെയ്യും. എന്നിട്ട് പെയിൻ വരുന്ന സമയത്ത് നമുക്കറിയാം ഓക്കെ ട്രിഗേർഡായി, ഇനിയിപ്പം പണി കിട്ടും എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് തിരുമലോ അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കലോ ഐസ് വെക്കലോ എന്താന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് കുറച്ചൊന്ന് തല പൊങ്ങിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുവാണ്. അല്ലാതെ നമ്മൾ എവിടെയും ഇരുന്ന് പോകുന്നില്ല, നമ്മളെ തന്നെ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് മൂവ്മെന്റ് അത്യാവശ്യമാണ് ഫൈബ്രോമയാൽജിയക്ക്. ഫൈബ്രോമയാൽജിയ അല്ല ആർക്കായാലും മൂവ്മെന്റ് അത്യാവശ്യമാണ്. ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് ഇപ്പൊ എനിക്കൊരു പനി വരികയാണ് അല്ലെങ്കിൽ ഒരു ജലദോഷം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം കുറച്ചൊന്ന് ഡൗൺ ആവും. അപ്പൊ ആ ടൈമിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ കിടക്കും തോറും നമുക്ക് വയ്യായിക കൂടുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ കുറച്ചൊന്ന് ഓക്കെ ആവും, ഒന്ന് റെസ്റ്റ് എടുത്ത് കുറച്ചൊന്ന് ഓക്കെ ആയി കഴിയുമ്പോൾ പയ്യെ നമ്മൾ എണീറ്റ് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ നമ്മൾ കിടക്കും തോറും നമ്മൾ പിന്നെ ഡൗൺ ആയിട്ട് പോകുന്നൊരു ഫീലിംഗ്, അത് പിന്നെ നമ്മളെ മെന്റലി എഫക്റ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത്. അതുകൊണ്ട് മാക്സിമം എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പിന്നെ ഫൈബ്രോമയാൽജിയയുടെ കേസിൽ ഈ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതായത് നമ്മുടെ ബോഡി സ്റ്റിഫ് ആവുന്നത് മാനേജ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സംഭവം എന്താന്ന് വെച്ചാൽ നമുക്ക് എക്സസൈസ് ചെയ്യാന്നുള്ള. ഈ എക്സസൈസ് എന്ന് പറയുമ്പം ഇതുവരെ ചെയ്യാത്ത ഒരാൾ ചാടി കയറി അരമണിക്കൂർ എക്സസൈസ് ചെയ്യാന്നുള്ളതല്ല. കുറേശ്ശെ സ്ട്രെച്ചിങ്ങും ഒരു 5 മിനിറ്റ് വീതം ചെറിയ വാക്കിങ്ങോ അല്ലെങ്കിൽ എറോബിക് എന്തെങ്കിലും എക്സസൈസോ ചെറിയ ഡാൻസോ ഒക്കെ ചെയ്യാനായിട്ട് പയ്യെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള. ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഒരു ഭയങ്കരമായ ഒരു കുഴിയിൽ നിന്ന് എങ്ങനെ ഞാൻ രക്ഷപ്പെട്ട് എത്തി എന്നുള്ളതിന് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതന്നെ എനിക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ളൂ. ഇപ്പോഴും എക്സസൈസ് ചെയ്യാതിരിക്കുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എക്സസൈസ് ചെയ്യാതെ ഒരു 2-3 മാസം പോയി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ ബോഡി ഇങ്ങനെ നീര് വെച്ച പോലെ വരും. നീര് വെക്കുന്ന പോലെ വന്നിട്ട് കൈയൊക്കെ നമുക്ക് മടക്കാം, ഇങ്ങനെ ഇറുക്കിയൊന്നും പിടിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മൾ ഈ നീര് വന്നു കഴിയുമ്പോൾ എന്താ പറ്റുന്നത്, മോതിരമൊക്കെ ടൈറ്റ് ആവും, നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റൂല, ഭയങ്കര പ്രയാസമാണ്. അപ്പം അതിന്റെ ആ തുടക്കം നമുക്കിപ്പം കറക്റ്റായിട്ട് അറിയാം. അപ്പൊ നമ്മൾ ഓടിപ്പോയിട്ട് ഓക്കെ റൂട്ടീൻ സെറ്റ് ചെയ്ത് റെഗുലർ ആയിട്ട് എക്സസൈസിങ്ങും സ്ട്രെച്ചിങ്ങും എക്സസൈസും ഒക്കെ ചെയ്യും. അത് ചെയ്ത് കഴിയുമ്പം ഓക്കെയാണ്, ഒരാഴ്ച കൊണ്ട് നമ്മൾ വീണ്ടും ബാക്ക് ടു നോർമൽ ആവും. ഇത് കണ്ടിന്യൂസ് ചെയ്തു പോവുക എന്നുള്ളതേ ഉള്ളൂ. എന്ന് വെച്ച് ജിമ്മിൽ പോകണം അങ്ങനെ ഒന്നും പറയുന്നില്ല. ജിമ്മിലൊക്കെ പോകാൻ പറ്റുന്നവർ പോവുക, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക.
എനിക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാനായിട്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞ പോലെ യൂട്രസ് പ്രൊലാപ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വെയിറ്റ് എടുക്കാനൊക്കെ ഇച്ചിരി ഒരു ധൈര്യക്കുറവുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാതിരിക്കുന്നില്ല, പറ്റുന്ന പോലെ നമ്മുടെ ഡംബൽസ് ഒക്കെ വെച്ച് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ചെറിയ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒത്തിരി ജിമ്മിലൊക്കെ ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ ഇവർക്കൊന്നും ഫൈബ്രോമാൽജിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്താന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് കൂടുതലും ജിം ട്രെയിനേഴ്സ് ഇരിക്കുന്നത് ഞാൻ കണ്ടത്. അല്ലെ പിന്നെ അത്രയും വലിയ ഹൈഫൈ ആയിട്ടുള്ള ഒത്തിരി ഡോക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു ജിമ്മിൽ പോകണം. പക്ഷെ എനിക്കറിയത്തില്ല ഞാൻ ജിമ്മിൽ കറക്റ്റായിട്ട് പോവില്ല എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ചാൻസ് എടുക്കാനും അത്രയും ടൈം കളയാനും ഇല്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നോർമൽ പോലെ സുംബ വർക്കൗട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട് ഏത് വർക്കൗട്ടാണ് എന്നുള്ളത്. നമ്മൾ ഡാൻസ് വിത്ത് ദീപ്തി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ 30 മിനിറ്റ്സ് വരുന്ന ചെറിയ ചെറിയ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ വർക്കൗട്ട്സ് അതിനകത്തുണ്ട്. ബിഗിനേഴ്സ് വർക്കൗട്ട് എന്നൊക്കെ പറഞ്ഞുണ്ട്, ഫുൾ ബോഡി വർക്കൗട്ട്. അതാണ് ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ ചെയ്തു തുടങ്ങിയപ്പം ആകെ 5 മിനിറ്റ്, അത് ഞാൻ കണ്ടിന്യൂസ് 1 മണിക്കൂറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എക്സസൈസ് ചെയ്യാനായിട്ട്, അതായത് ഈ സുംബ വർക്കൗട്ട് വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് കരുതി ഞാൻ ഈവൻ നന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കിതച്ചു പോയി എന്നുള്ളതാണ്, ഡൗൺ ആയി. അപ്പൊ ഒരിക്കലും അതുപോലത്തെ ഇപ്പൊ ഡാൻസ് വിത്ത് ദീപ്തി ആണെ പോലും നമ്മൾ ചാടി കയറി ഒരു ദിവസം കൊണ്ട് ആ അരമണിക്കൂറത്തെ വർക്കൗട്ട് തീർക്കരുത്. ആദ്യം ഒരു 5 മിനിറ്റ് ചെയ്യുക, നിർത്തുക. പിറ്റേന്ന് 5 മിനിറ്റ് ചെയ്യുക, നിർത്തുക. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പയ്യെ നമ്മൾ 10 മിനിറ്റ് ആക്കുക. അത് എല്ലാം ഡാൻസ് വിത്ത് ദീപ്തിയുടെ വർക്കൗട്ട്സ് എല്ലാം ഒരു 30 മിനിറ്റ്സിന്റെയാണ്. അപ്പൊ പയ്യെ കൊണ്ടുവന്നിട്ട് 10 മിനിറ്റ് 15 മിനിറ്റ് ആക്കി അത് കംപ്ലീറ്റ് കുറേ നാളെടുക്കും. 30 മിനിറ്റ് കണ്ടിന്യൂസ് കളിക്കാനുള്ള ഒരു സ്റ്റാമിനയൊക്കെ എത്തണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അപ്പൊ എനിക്കിപ്പോ പിന്നെയും സ്റ്റാർട്ട് ചെയ്യുമ്പം ഇപ്പൊ നമ്മളൊരു കുറെ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് പിന്നെയും ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ ഞാനൊരു 15 മിനിറ്റ് ആയിരിക്കും ആദ്യം ചെയ്യുന്നത്, പിന്നെയാണ് 30 മിനിറ്റ്സിലേക്ക് വരുന്നത്. ഇനി 30 മിനിറ്റ്സ് എപ്പോഴും എല്ലാ ദിവസവും ഞാൻ ഇപ്പം രാവിലെ അല്ല വൈകിട്ടാണ് മിക്കവാറും ചെയ്യാറ്. രാവിലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് നമ്മളത് മിസ്സായി പോകുന്നുണ്ട്. അപ്പൊ വൈകിട്ട് ചായ ഒക്കെ കുടിച്ച് അതിന് ശേഷമാണ് ഞാനത് ചെയ്യുന്നത്. അപ്പം ചില ദിവസങ്ങളിൽ നമുക്ക് 30 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ചില ദിവസങ്ങളിൽ നമ്മൾ ബോഡി ഭയങ്കര വീക്ക് ആയിരിക്കും. അത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഭയങ്കര ഒരു കിതപ്പോ അല്ലെങ്കിൽ ഒരു ക്ഷീണമോ ഒക്കെ ആണെങ്കിൽ നമുക്ക് 30 മിനിറ്റ്സ് ചെയ്യാൻ പറ്റൂല. അതായത് കണ്ടിന്യൂസ് 30 മിനിറ്റ്സ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് പോലും ചില ദിവസങ്ങളിൽ നമ്മുടെ ബോഡി അനുവദിക്കത്തില്ല. അപ്പൊ അന്നേരം എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു 10 മിനിറ്റ് കളിച്ച് നിർത്തും, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കളിച്ചിട്ട് ഒരു സ്ട്രെച്ചിങ്ങും ചെയ്തിട്ട് നിർത്തും. എന്തായാലും ആ ഒരു റെഗുലർ ആയിട്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യത്തില്ല. എന്തെങ്കിലും ഒന്ന് എല്ലാ ദിവസവും ചെയ്യും. അത് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്. എനിക്ക് ഫൈബ്രോമാൽജിയ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ റീസൺ ഈ ഒരു ബോഡി മൂവ്മെന്റ് ആണ്. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വെയിറ്റ് കൂടും തോറും നമുക്ക് ഇച്ചിരി പ്രയാസമാണ് അത് മാനേജ് ചെയ്യാനായിട്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. വെയിറ്റ് കുറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫൈബ്രോ മാനേജ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഇപ്പം എൻ്റെ വെയിറ്റ്, നമ്മൾ ഈ ഫൈബ്രോ വരുമ്പോൾ തന്നെ നമുക്ക് പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളെ അതിനെ ഫിസിക്കലി മാത്രമല്ല നമ്മളെ മെന്റലി എഫക്റ്റ് ചെയ്യും. നമുക്ക് ഈ പെയിൻ എല്ലാം കൂടെ കയറി കഴിയുമ്പോഴും നമുക്ക് അല്ലാണ്ട് തന്നെ നമുക്ക് ആയിട്ട് തന്നെ മെന്റലി കുറെ അധികം ഇഷ്യൂസ്, നമുക്ക് ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സ്ട്രെസ്, ഇതെല്ലാം കൊണ്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ഉൾട്ടടിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ഈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ പോകും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ മെഡിസിൻ എടുത്ത് അതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. എനിക്ക് അങ്ങനെ മെഡിസിൻ എടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായി പോയി. പിന്നെയും വെയിറ്റ് കയറും. അപ്പൊ വെയിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഫൈബ്രോ മാനേജ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, വെയിറ്റും ഡയറ്റും പിന്നെ എക്സസൈസും ഒക്കെ കറക്റ്റായിട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള രീതി കൊണ്ടുപോകണം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കൂടുതൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ പറ്റുവാണെങ്കിൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം ഡയറ്റ് ഒരു മെയിൻ ഘടകമാണ്. അതിൽ തന്നെ നമ്മൾ ചില ഫുഡ് കഴിച്ചാൽ നമുക്കിത് ട്രിഗറാവും, പെയിൻ ട്രിഗറാവും. എൻ്റെ കേസിൽ ചോക്ലേറ്റ്, പിന്നെ ഈ ജങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കുന്ന പിസ്സ, അങ്ങനെയൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല. ഈ ഷവർമ പോലുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ മയോണൈസ് ഒക്കെ ചേർന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ട്രിഗർ ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത് കഴിക്കാറില്ല.
പിസ്സ കഴിക്കും ഞാൻ പുറത്ത് പോയാൽ. അത് പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ അത് നമ്മൾ കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ വീട്ടിലെ ഫുഡ് തന്നെയാണ്. വീട്ടിലെ ഫുഡ് തന്നെ. ചോറ് അധികം കഴിച്ചാൽ നമുക്ക് പണിയാം. അപ്പൊ ചോറ് കൺട്രോൾ ഇതിലാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ മധുരം, പേസ്ട്രീസ്, പിന്നെ മധുരം ഉണ്ടല്ലോ, ലഡു ജിലേബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടു കഴിഞ്ഞാൽ ഞാനത് കംപ്ലീറ്റ് അടിക്കും. അപ്പൊ അന്ന് എനിക്ക് പണി കിട്ടുകയും ചെയ്യും. ലഡു ഒക്കെ ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അന്ന് പെയിൻ കയറും. ചോക്ലേറ്റ്സ് പ്രത്യേകിച്ചും, ചോക്ലേറ്റ് കഴിച്ചാൽ പിന്നെ പറയണ്ട. ഞാനൊരു ചെറിയ പോർഷൻ കഴിച്ചാൽ പോലും നമുക്കത് പണി കിട്ടും. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കഴിക്കാതിരിക്കാൻ പറ്റൂല. അപ്പൊ അത് ഒരു കൺട്രോളിൽ പോകുമ്പം ഫുഡ് കുറെ ഫുഡുണ്ട് നമുക്ക്. ഓരോരുത്തർക്കും ഓരോന്നാണ്, എല്ലാവർക്കും ഇത് കറക്റ്റ് ആണോന്നില്ല. എൻ്റെ കേസിൽ ചോറ് അധികം കഴിച്ചാൽ പിന്നെ ചോക്ലേറ്റ്സ് മെയിൻ ആയിട്ടും, പിന്നെ മധുരം, അത് ഈ പറഞ്ഞ പോലെ ലഡു ജിലേബി ആ ടൈപ്പ് മധുരം, അതുപോലെ ഈ പേട അങ്ങനത്തെ ഇല്ല, അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് പെയിൻ. അടുത്ത ഒരാഴ്ച നമുക്ക് അങ്ങ് പെയിൻ ആയിരിക്കും, ഉറപ്പാണ്. പിന്നെ ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സാണ്. സ്ട്രെസ് വന്നോ പിന്നെ ഈ പറഞ്ഞ ഒരു പരിപാടിയും നടക്കത്തില്ല. മൈൻഡ് സെറ്റ്, എക്സസൈസ്, ഫുഡ്, ഇതിലൊന്നുമല്ല കാര്യം. സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എവിടുന്നാ വേദന വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം വർക്കിന്റെ സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഇപ്പൊ പിള്ളേരുമായിട്ട് എന്തെങ്കിലും ഒന്ന് ഷൗട്ട് ചെയ്യും. ഇപ്പൊ ഞാനിപ്പം പരീക്ഷയുടെ ഒക്കെ സമയത്ത് പിള്ളേർ പഠിക്കാതെ ടിവിയുടെ ഫ്രണ്ടിലൊക്കെ ഇരിക്കുമ്പോൾ ആദ്യം ഞാനിങ്ങനെ പറയും, ഓക്കെ നിങ്ങൾ പോയി പഠിക്ക് എന്ന് പറയുമ്പോൾ അവര് പോയി പഠിക്കുക, എന്താ ഇല്ല. പിന്നെ നമ്മുടെ ആ മൊത്തം ഒച്ച എടുത്തിട്ടിട്ട് നമ്മളൊരു ഷൗട്ടിങ് ഉണ്ട്. ആ ഷൗട്ടിങ് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഈ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനൊരു വേദന കയറി ഇങ്ങോട്ട് വന്ന് പിന്നെ ഞാൻ അങ്ങ് കിടപ്പാവും. അതുകൊണ്ട് ഇപ്പം എൻ്റെ ആരോഗ്യം നിലനിർത്തേണ്ടത് എൻ്റെ അത്യാവശ്യമായതുകൊണ്ട് പിള്ളേർ പഠിച്ചില്ലല്ലേ ഞാനിപ്പോൾ ഒന്നും പറയാറില്ല. കാരണം ഞാൻ ആവശ്യമില്ലാതെ ഒരു ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2-3 ദിവസം കിടപ്പായി പോവും. സോ അങ്ങനത്തെ പ്രശ്നത്തിലേത്തോട്ട് ഞാൻ പോവാറില്ല. പിന്നെ ഉള്ളത്, പെട്ടെന്ന് നമുക്ക് വിഷമം വരുന്നു, ആരോടെങ്കിലും ഒക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നു, അപ്പൊ നമ്മൾ തിരിച്ച് കൂടുതൽ നമ്മൾ സൗണ്ട് എടുക്കുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് നമ്മൾ ഡൗൺ ആവുകയും പെട്ടെന്ന് പെയിൻ കയറുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കും. പക്ഷെ എനിക്ക് പെട്ടെന്നാണ് ദേഷ്യം വരുന്നത്. നമുക്കൊരു വാല്യൂ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഒച്ച ഉണ്ടാക്കും. അത് എനിക്ക് പണി കിട്ടുകയും ചെയ്യും. അപ്പൊ സ്ട്രെസ് മാനേജ്മെന്റ് ഇതിനകത്തൊരു മെയിൻ ഫാക്ടറാണ്. മെഡിറ്റേഷനൊക്കെ നല്ലതാണ്, ഞാൻ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. കുറച്ചൊക്കെ ഇരിക്കാനൊക്കെ ശ്രമിക്കും, പക്ഷേ സ്ട്രെസ് മാനേജ്മെന്റ് ഒരു ഫാക്ടറാണ് കേട്ടോ. അത് മാനേജ് ചെയ്യുന്നത് വളരെ ബെറ്റർ ആക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഫൈബ്രോ. ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്, അല്ലാതെ ഇത് പ്രൂവൺ സംഭവമൊന്നും അല്ല. ജസ്റ്റ് ഇതിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. പിന്നെ എല്ലാ ദിവസവും ഒരുപോലൊന്നും അല്ല. ഇത്രയൊക്കെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരുപോലല്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും 30 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. ചില ദിവസം ഭയങ്കരമായിട്ട് ബോഡി വീക്കായിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ പുറത്തു പോലും ഇറങ്ങിയിട്ടുണ്ടാകത്തില്ല. ചിലപ്പം പുറത്തൊക്കെ പോയി വന്ന് ക്ഷീണമാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ള് നമ്മൾ വല്ല ഔട്ടിങ്ങോ പിക്നിക്കോ ഒക്കെ പോയിട്ട് വന്നിട്ട് പിറ്റേ ദിവസമൊക്കെ ക്ഷീണം എന്ന് പറയുന്നത് നോർമലാണ്. പക്ഷെ അങ്ങനെ ഒന്നും പോവാതെ തന്നെ നമ്മൾ ചില ദിവസം രാവിലെ എണീക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഡൗൺ ആയിരിക്കും, ബോഡി വീക്കായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കുക, റെസ്റ്റ് എടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കുക, അതേ ഉള്ളൂ. അതിപ്പോ ഫൈബ്രോമൈൽജിയുടെ കേസിൽ മാത്രമല്ല, നോർമലി ഉള്ള ഒരാൾക്ക് അങ്ങനൊരു വയ്യായിക വന്നാൽ നമ്മൾ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ബോഡി പറയുന്നത് കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ കൺക്ലൂഡ് ചെയ്യാനാണെങ്കിൽ പറയാൻ ഇത്രയേ ഉള്ളൂ. ഫൈബ്രോമൈൽജിയ എന്ന് പറയുന്ന ഒരു റിയൽ അവസ്ഥയാണ്. അത് പലരും മനസ്സിലാക്കാറില്ല. പലർക്കും വീട്ടിൽ സപ്പോർട്ടില്ല, അല്ലെങ്കിൽ വീട്ടിലെന്നല്ല പുറമേ പോലും നമുക്ക് സപ്പോർട്ടില്ല. ഇപ്പം എനിക്കറിയാവുന്ന ആൾക്കാരിൽ തന്നെ ഈ ഫൈബ്രോമൈൽജിയ ഉള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്. പുള്ളിക്കാരി ബിടെക്കിനൊക്കെ എഴുതാൻ നേരത്ത് ഫൈബ്രോമൈൽജിയ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒത്തിരി ഇരുന്ന് എഴുതാൻ പറ്റാത്തത് കൊണ്ട് പുള്ളിക്കാരിക്ക് പരീക്ഷ എഴുതാൻ പാടായിരുന്നു. അപ്പോൾ
ഇപ്പൊ പരീക്ഷയ്ക്കൊക്കെ പോകുന്ന ഇപ്പൊ ഞാൻ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് ഫൈബ്രോമയാൽജിയയുടെ. ഞാൻ അതിൽ അത്ര ആക്റ്റീവ് അല്ല, പക്ഷെ അതിൽ ഞാൻ ഇങ്ങനെ ഡിസ്കഷൻ കണ്ടതാ. അതായത് പരീക്ഷയ്ക്കൊക്കെ ഒരു എഴുതാനായിട്ട് ആരെങ്കിലും ഹെൽപ്പ് അല്ലെങ്കിൽ ഇച്ചിരി എക്സ്റ്റൻഷൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരും കൊടുക്കുന്നില്ല. കാരണം ഫൈബ്രോമയാൽജിയ പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരു അസുഖം ആയതുകൊണ്ട് അങ്ങനെ ഒരു റിലാക്സേഷൻ ഒന്നും ചോദിച്ചു തന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഇപ്പൊ നമുക്ക് ഇത് ഹാൻഡിക്യാപ്ഡ് ആണെന്ന് പറഞ്ഞ് നമ്മൾ റിലാക്സേഷൻ ചോദിക്കുന്ന പോലെ ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ റിയൽ ആണെന്നും അത് പ്രൂവ് ചെയ്യാൻ പറ്റാത്തതും ഒക്കെ കൊണ്ട് ഒത്തിരി പേര് മുന്നോട്ട് പോകാനായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നൊരു അവസ്ഥയാണ് അത്. എനിക്ക് ഇപ്പം പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം ബാക്കിയുള്ളവർക്ക് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഭയങ്കരമായ പ്രശ്നത്തിൽ കൂടെ പോയ ഒരാളാണ് ഞാൻ. അതായത് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരെ കിടന്നിരുന്ന ഒരു സാഹചര്യം എനിക്കുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മള് ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വരാൻ നമ്മൾ തന്നെ വർക്ക് ചെയ്ത ഒരു കാര്യമാണ്. ഇതിപ്പോ എല്ലാവർക്കും പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒത്തിരി പേർക്ക് അവരുടെ മൈൻഡ് സെറ്റ് ഇപ്പൊ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും നമുക്ക് സ്വയം തോന്നണമല്ലോ. വേറൊരാളിപ്പോ എന്നെ എത്ര ഉപദേശിച്ചാലും എനിക്ക് സ്വന്തമായിട്ട് തോന്നണമല്ലോ ഞാൻ ഇതിൽ നിന്നൊന്ന് പുറത്ത് കടക്കണമെന്ന്. അപ്പം എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് കടന്ന് അത്യാവശ്യം എൻ്റെ ലൈഫ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇച്ചിരി ഫിസിക്കലി ഫിറ്റ്നസ് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഈ ഒരു കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്ന കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തു, ഇത് വന്നു, ഇനി ഇതിന് ഒരു തിരിച്ചുപോക്കില്ല. അപ്പൊ അതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള റിയലൈസേഷൻ, ഇതിൽ എന്ത് ചെയ്താൽ എനിക്ക് പറ്റും. എൻ്റെ അടുത്ത് ഡോക്ടർ കുറേ തവണ പറഞ്ഞാണ് ദീപ വണ്ണം കുറയ്ക്കുക, ഫുഡ് കൺട്രോൾ ചെയ്യുക, കുറേ അധികം കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ അന്നൊന്നും ഞാൻ ചെയ്തില്ല. എനിക്ക് ശരിക്കും ഒരു അടി വന്ന സമയത്താണ് ഓക്കെ ഞാൻ എൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കണം, എൻ്റെ ഫിസിക്കൽ ഹെൽത്ത് ശ്രദ്ധിച്ചാൽ മാത്രമേ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ശരിയാവത്തുള്ളൂ. അതിൻ്റെ ഒരു ബോണസ് ആയിട്ടാണ് എനിക്ക് ഈ ഫൈബ്രോ മാനേജ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് പിടികിട്ടിയത്. അതെന്ന് പറയുന്നത് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. എന്തുവാണ്, നമ്മൾ ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക, മൂവ്മെന്റ്, അത് എക്സസൈസിന്റെ ഫോമിൽ മൂവ്മെന്റിന് ഫോക്കസ് കൊടുക്കുക, പ്രോബ്ലത്തിനെ നോക്കിയിരിക്കാതെ സൊല്യൂഷനെ ഫോക്കസ് ചെയ്യുക, പിന്നെ എല്ലാത്തിലുപരി നമ്മുടെ മൈൻഡ് സെറ്റിനൊരു വലിയ ഘടകമുണ്ട്. എൻ്റെ ലൈഫിൽ എൻ്റെ മൈൻഡ് സെറ്റും പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈലും തന്നെയാണ് എന്നെ ഫൈബ്രോ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. എത്രത്തോളം ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഫൈബ്രോമയാൽജിയ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഇതെന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒത്തിരി ക്വസ്റ്റ്യൻസും കമന്റ്സും ഒക്കെ വരുന്നതുകൊണ്ടാണ് ഞാൻ ഒരു മരുന്നും ഇപ്പൊ കഴിക്കുന്നില്ല. ഇപ്പൊ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും പിന്നെ ഈ മൈൻഡ് സെറ്റും കൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. പിടിച്ചു നിൽക്കുക എന്നൊന്നും പറയാനില്ല, കാരണം ഞാനൊരു നോർമൽ ലൈഫ് തന്നെയാണ് ഇപ്പൊ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഓക്കെ ആണ് കാര്യങ്ങൾ എന്ന് വെച്ച് പെയിൻ കംപ്ലീറ്റ് ആ പോയെന്ന് ഞാൻ പറയുന്നില്ല. ഇടയ്ക്ക് മുറിക്കൊക്കെ വരും, അത് അതിന്റെ പാട്ടിന് വരും. അന്നേരം നമ്മൾ അതിന് അത്യാവശ്യം കുറച്ച് റെസ്റ്റ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അത് അതിന്റെ പാട്ടിന് പോവും, ഞാൻ എൻ്റെ പാട്ടിന് പോവും. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് കാണാം.